إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنك لا تهدي من أحببت ولكن الله يهدي من يشاء وهو أعلم بالمهتدين. സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ജീവിതത്തിലുടനീളം അനുഭവിച്ചും ആസ്വദിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അനുഗ്രഹദാതാവായ റബ്ബുൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 16-ാമത്തെ സൂറത്തുൻ നഹ്ലിൻ്റെ 18-ാമത്തെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയത് വ ഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ എന്ന. വ ഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹ്, അല്ലാഹുവിൻ്റെ നിഅമത്തുകളെ, അവൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണുകയാണെങ്കിൽ ലാ തുഹ്സൂഹ, അതിൻ്റെ കണക്ക് നിങ്ങൾക്കെടുക്കാനാവില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഒരാൾക്കും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള സർവ്വതും അള്ളാഹു മനുഷ്യർക്ക് വേണ്ടിയാണ് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു ഖുർആനിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ, ഏറ്റവും അപാരമായ അനുഗ്രഹം ഏതാണ്? ആ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ആലോചിക്കാറുണ്ടോ എന്നതാണ് നമ്മൾ ഈ ഒരു സമയത്ത് ആലോചിക്കേണ്ടത്. സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? എനിക്കും എൻ്റെ കുടുംബത്തിനും അന്തിയുറങ്ങാൻ മനോഹരമായി പണിതീർത്ത ആ ഒരു ഭവനത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
എൻ്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ എനിക്കു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ കാണുന്ന എൻ്റെ വീടാണ് എന്ന് നമ്മളാരും പറയാറില്ല. അല്ലെങ്കിൽ ആ വീടിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന വളരെ വലിയ വിലപിടിപ്പുള്ള മനോഹരമായ തൻ്റെ വാഹനത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് എൻ്റെ റബ്ബ് എൻ്റെ ജീവിതത്തിൽ എനിക്കു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ കാണുന്ന എൻ്റെ വാഹനമാണ് എന്ന് നമ്മൾ പറയാറില്ലെങ്കിൽ, വിശാലമായി കിടക്കുന്ന കൃഷിയിടത്തിലേക്ക് അല്ലെങ്കിൽ എസ്റ്റേറ്റുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് റബ്ബ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ കാണുന്ന എൻ്റെ എസ്റ്റേറ്റുകളാണ്, എൻ്റെ കൃഷിയിടമാണ്, എൻ്റെ സമ്പാദ്യങ്ങളാണ് എന്ന് നമ്മളാരും പറയാറില്ല എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അവൻ്റെ അനുഗ്രഹമേതാ? അതാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ മുസ്ലിമാക്കി, അതിലുപരി മുവഹിദാക്കി, അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകി എന്നുള്ളത്. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അത് ഹിദായത്താണ്. സഹോദരങ്ങളെ, ആ ഹിദായത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഒരാൾക്ക് നൽകുന്ന ഒന്നല്ല. ഒരാളുടെ സൗന്ദര്യം നോക്കി, അവൻ്റെ സമ്പത്ത് നോക്കി, അവൻ്റെ തറവാട് നോക്കി, അവനിരിക്കുന്ന അവൻ്റെ സ്ഥാനമാനങ്ങൾ, അവൻ്റെ പൊസിഷൻ നോക്കി അള്ളാഹു ഒരാൾക്ക് നൽകുന്ന ഒന്നല്ല ഹിദായത്ത്. അങ്ങനെയായിരുന്നുവെങ്കിൽ ലോകചരിത്രത്തിൽ ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കേണ്ടതുണ്ടായിരുന്നു. അവർക്കാർക്കും ലഭിച്ചിട്ടില്ല എന്നാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്, ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൗന്ദര്യമാണോ ഹിദായത്തിൻ്റെ മാനദണ്ഡം? സൗന്ദര്യമാണ് ഹിദായത്തിൻ്റെ മാനദണ്ഡമെങ്കിൽ ലഭിക്കേണ്ട ഒരു വ്യക്തി ലോകചരിത്രത്തിൽ കഴിഞ്ഞുപോയി. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പിയായ അബൂലഹബിന് ലഭിക്കണമായിരുന്നു. ആരാണ് അബൂലഹബ്? പ്രവാചകന്റെ പിതൃവ്യൻ. അബൂലഹബിൻ്റെ യഥാർത്ഥ നാമം അബ്ദുൽ ഉസ്സ എന്ന, ഉസ്സയുടെ അടിമ. അന്ന് മക്കയിൽ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഗ്രഹമായിരുന്ന ഉസ്സയുടെ അടിമ അബ്ദുൽ ഉസ്സ എന്നായിരുന്നു യഥാർത്ഥ നാമം. അറിയപ്പെട്ടത് അബൂലഹബി എന്ന. എന്താ ലഹബി എന്ന വാക്കിൻ്റെ അർത്ഥം? ജ്വലിക്കുന്നത്, ശോഭയുള്ളത്, ജ്വലിക്കുന്ന ശോഭയുള്ള മുഖത്തോടു കൂടിയവൻ, അഥവാ അത്രയും വലിയ സൗന്ദര്യത്തിൻ്റെ ഉടമയായിരുന്നു പ്രവാചകന്റെ പിതൃവ്യനായ അബൂലഹബ്. അതെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രബോധനം ആരംഭിച്ചോ. വഅൻദിർ അശീറതകൽ അഖ്റബീൻ, 26-ാം അധ്യായം സൂറത്ത് ശുഅറായിൻ്റെ 214-ാമത്തെ വചനം. വഅൻദിർ അശീറതകൽ അഖ്റബീൻ, ഓ നബിയെ, തൻ്റെ അടുത്ത കുടുംബങ്ങൾക്ക് നീ താക്കീത് നൽകണമെന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമുണ്ടായപ്പോൾ തൻ്റെ കുടുംബക്കാരെ മുഴുവൻ ആ സഫാ മലഞ്ചെരുവിലേക്ക് വിളിച്ചുകൂട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന സമത്വ സുന്ദരമായ തൗഹീദിൻ്റെ സന്ദേശം അവരെ കേൾപ്പിക്കേണ്ട താമസം ആ സദസ്സിൽ നിന്ന് ചാടി എണീറ്റ് പ്രവാചകന്റെ മുഖത്ത് നോക്കി, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ, തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നീ നശിച്ചു പോകട്ടെ, അലിഹാദാ ജമഅതനാ, ഈ ഒരു കാര്യം പറയാനാണോ ഞങ്ങൾ നീ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്ത് നോക്കി ലോകചരിത്രത്തിൽ പ്രവാചകനിന്നയ്ക്ക് തുടക്കം കുറിച്ച വ്യക്തി, ലോകത്താദ്യമായി അള്ളാഹുവിൻ്റെ റസൂലിനെ നിന്ദിച്ച വ്യക്തി പ്രവാചകന്റെ മുഖത്ത് നോക്കി, തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നീ നശിച്ചു പോകട്ടെ, ഈ ഒരു കാര്യം പഠിപ്പിക്കാനാണോ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പ്രവാചകനോട് ചോദിച്ച അബൂലഹബിന് ഹിദായത്ത് ലഭിക്കണമായിരുന്നു. സഹോദരങ്ങളെ, അള്ളാഹു ആ സമയത്ത് തന്നെ മറുപടി നൽകി. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. വിശുദ്ധ ഖുർആൻ 111-ാം അധ്യായം സൂറത്തുൽ മസദിലെ വചനങ്ങൾ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിൻ്റെ ഇരു കൈകളും നശിക്കട്ടെ, അവൻ തന്നെ നശിക്കുകയും ചെയ്തിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്,
അവൻ്റെ സമ്പാദ്യങ്ങളോ അവൻ്റെ ധനമോ ഒന്നും തന്നെ അവന് ഉപകാരപ്പെട്ടില്ല. അതേ ജ്വാലയുള്ളതായ ആ നരകത്തിൽ അവൻ വഴിയെ കടന്നെരിയും. അവനും അവൻ്റെ വിറക് ചുമട്ടുകാരിയായ ഏഷണിക്കാരിയായ അവൻ്റെ ഭാര്യയും ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അതെ, അന്നു മുതൽ ഖിയാമത്ത് വരെയുള്ള മുഴുവൻ വിശ്വാസികളും ആ മനുഷ്യൻ്റെ മേൽ, അബൂലഹബിൻ്റെ മേൽ ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേ, അബൂലഹബും അവൻ്റെ ഭാര്യ ഉമ്മു ജമീലും കൂടി അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭവനത്തിൻ്റെ മുമ്പിൽ എല്ലാ ദിവസവും ചപ്പുചവറുകൾ, വേസ്റ്റുകൾ കൊണ്ടുപോയി പ്രവാചകൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഇടാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാഹുവിൻ്റെ റസൂൽ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ കാണുന്ന ഇതാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, അബൂ ലഹബിൻ്റെ കുടുംബമേ, അബ്ദുൽ മനാഫിൻ്റെ കുടുംബമേ, ഇതെന്തൊരു അയൽവക്കമെന്തമാണ് എന്ന് ചോദിച്ച് ഓരോ ദിവസവും ഷറഫാക്കപ്പെട്ട തൻ്റെ കൈകൊണ്ട് ആ വേസ്റ്റുകൾ, ചപ്പുചവറുകൾ പ്രവാചകൻ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിടാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഞാൻ പറഞ്ഞു വന്നത്, സൗന്ദര്യമാണ് ഹിദായത്തിൻ്റെ മാനദണ്ഡമെങ്കിൽ ലഭിക്കേണ്ടിയിരുന്നത് പ്രവാചകൻ്റെ വിതിർവനായ അബൂലഹബിനായിരുന്നു. ലഭിച്ചിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇനി സമ്പത്താണോ ഹിദായത്തിൻ്റെ മാനദണ്ഡം എങ്കിൽ ലോക ചരിത്രത്തിൽ ജീവിച്ച ഒരു വലിയ മുതലാളിയെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ മുതലാളിക്കായിരുന്നു ഹിദായത്ത് ലഭിക്കേണ്ടത്. ആരായിരുന്നു? കാറൂൻ എന്ന് പറയുന്ന വ്യക്തി. ആരായിരുന്നു കാറൂൻ? വിശുദ്ധ ഖുർആൻ 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ 74 മുതൽ തുടങ്ങുന്ന വചനത്തിൽ നമുക്ക് കാണാം, ഇന്ന കാറൂന കാന മിൻ ഖൗമി മൂസ ഫവഅലൈഹിം വആതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാത്തിഹ ലതനൂ ബിൽ ഉസ്വതി ഉലിൽ ഖുവ്വ ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ഇന്ന കാറൂന കാന മിൻ ഖൗമി മൂസ. ആരായിരുന്നു കാറൂൻ? മൂസാ നബി അലൈഹിസ്സലാമയുടെ ജനതയിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അവരുടെ മേൽ അതിക്രമം കാണിച്ചു. ശക്തന്മാരായ ഒരു സംഘത്തിന് പോകും ഭാരമാകത്തക്കമുള്ള നിക്ഷേപങ്ങൾ, അവൻ്റെ താക്കോൽ കൂട്ടങ്ങൾ തന്നെ, കാറൂനിൻ്റെ താക്കോലുകൾ തന്നെ ശക്തന്മാരായ ഒരു സംഘത്തിന് പോലും ഭാരമാകത്തക്കവണ്ണമുള്ള നിക്ഷേപങ്ങൾ അവന് നാം നൽകി. ഇത് കാലലഹു, അവൻ്റെ ജനത അവനോട് പറഞ്ഞു, ലാ തഫ്രഹ്, ഹേ കാറൂനി, പുളകം കൊള്ളരുത്. തീർച്ചയായും പുളകം കൊള്ളുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. സഹോദരങ്ങളെ, അവൻ്റെ ഖജനാവുകളുടെ, അവൻ്റെ സമ്പത്തിൻ്റെ, അവൻ്റെ അല്ലെങ്കിൽ സാധന സാമഗ്രികളുടെ, ഗോഡൗണുകളുടെ കണക്കല്ല പറഞ്ഞത്, മറിച്ച് അവൻ്റെ സമ്പാദ്യം സൂക്ഷിച്ച, അവൻ്റെ സമ്പത്ത് സൂക്ഷിച്ച ആ ഖജനാവുകളുടെ ഗോഡൗണുകളുടെ താക്കോലുകൾ സൂക്ഷിക്കാൻ തന്നെ, അല്ലെങ്കിൽ ആ താക്കോലുകൾ വഹിക്കാൻ 70ഓളം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു നോക്കുക, ആ കാറൂൻ്റെ സമ്പത്ത് എത്രയായിരുന്നു? ഖജനാവുകളുടെ ഗോഡൗണുകളുടെ താക്കോൽ കൂട്ടങ്ങൾ വഹിക്കാൻ മാത്രം 70 ഒട്ടകങ്ങൾ. അത്രയും വലിയ സമ്പത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. അവനോട് ജനങ്ങൾ ചെന്നുകൊണ്ട് പറയുന്നു, ഇതെല്ലാം റബ്ബ് നൽകിയ അനുഗ്രഹമാണ്, ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കണം എന്ന് പറയുമ്പോൾ, ഭൂമിയിൽ നീ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ മറുപടി എന്താ? ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഖാല, അവൻ പറഞ്ഞു, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെ എൻ്റെ കൈവശമുള്ള വിദ്യ കൊണ്ട് ഞാൻ സമ്പാദിച്ചതാണ്. ഇതൊക്കെ എൻ്റെ കൈവശമുള്ള അറിവ്, ആ വിദ്യ കൊണ്ട് ഞാൻ സമ്പാദിച്ചതാണ് ഈ സമ്പത്തൊക്കെ. ഈ സമ്പത്തിൽ ഒരാൾക്കും ഒരു പങ്കുമില്ല. അവസാനം എന്തുണ്ടായി? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്. അവനെയും അവൻ്റെ ഭവനത്തെയും അല്ലാഹു ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, സമ്പത്താണ് ഹിദായത്തിൻ്റെ മാനദണ്ഡമെങ്കിൽ ലഭിക്കേണ്ടിയിരുന്നത് കാറൂനാണ്, ലഭിച്ചിട്ടില്ല. ഇനി തറവാടാണോ ഹിദായത്തിൻ്റെ മാനദണ്ഡം? കുടുംബ മഹിമയാണോ? കുലമഹിമയാണോ? അതുമല്ല ഹിദായത്തിൻ്റെ മാനദണ്ഡം. ആയിരുന്നുവെങ്കിൽ ലഭിക്കേണ്ട ഒരു വ്യക്തി ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ,
അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട എളാപ്പ അബൂ താലിബിനായിരുന്നു അലി ലഭിക്കേണ്ടത്, ലഭിച്ചിട്ടില്ല എന്നതാണല്ലോ ചരിത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലം മുതൽ അത് 8-ാം വയസ്സിൽ വെല്ലുപ്പയായ അബ്ദുൽ മുത്തലിബ് നഷ്ടപ്പെട്ട് 8-ാം വയസ്സ് മുതൽ പ്രവാചകനെ നോക്കി പ്രവാചകന്റെ താങ്ങും തണലുമായി വർത്തിച്ച അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സംരക്ഷകനായി നിലകൊണ്ട ഏത് സന്നിഗ്ധ ഘട്ടത്തിലും പ്രവാചകനെ താങ്ങും തണലുമായി വർത്തിച്ച പ്രവാചകൻ ഏറെ ഇഷ്ടപ്പെട്ട, പ്രവാചകനേറെ സ്നേഹിച്ച, പ്രവാചകനെ ഏറെ സ്നേഹിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പിതൃവ്യൻ അബൂ താലിബിനായിരുന്നു ലഭിക്കേണ്ടത്, ലഭിച്ചിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂലിന് തൻ്റെ എളാപ്പ തൻ്റെ പിതൃവ്യൻ ഹിദായത്തിലാകണമെന്ന് അടങ്ങാത്ത ആഗ്രഹമുണ്ടായിരുന്നു. പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ആ ഹിദായത്തിൻ്റെ ഉടമസ്ഥൻ അല്ലാഹുവാൻ അബൂ താലിബിന് ലഭിച്ചില്ല. അതെ, ഹദീസിൻ്റെ ഏടുകൾ നമുക്ക് കാണാം. പ്രവാചകന്റെ പിതൃവ്യനായ അബൂ താലിബ് മരണാസന്നനായി കിടക്കുന്ന രംഗം അല്ലാഹുവിൻ്റെ റസൂല് ആ പിതൃവ്യൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് ആ പിതൃവ്യൻ്റെ അടുത്തിരുന്നു കൊണ്ട് ചൊല്ലിക്കൊടുക്കുന്നു, ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട പിതൃവ്യ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ഈ നിമിഷത്തിലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ അങ്ങേക്ക് വേണ്ടി വാദിക്കാൻ, അങ്ങേക്ക് സാക്ഷി നിൽക്കാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് പിതൃവ്യ, ഈ സമയത്തെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ എന്ന് പറയുമ്പോൾ അതേ അപ്പുറത്ത് അബൂജഹൽ ഇരിക്കുന്നുണ്ട്, അതേ ഖുറൈശി പ്രഭുക്കന്മാരിയ്ക്കുന്നുണ്ട്. അവരുടെ മുഖത്തേക്കും പ്രവാചകന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി അവർ ചോദിക്കുന്നു, അല്ല, ഈ സമയത്ത് മുഹമ്മദിന്റെ പുത്തൻ വാദത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ആദർശത്തെ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തെ പണയപ്പെടുത്തി അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മുഹമ്മദിന്റെ പുതിയ പുത്തൻ ആദർശത്തിൽ ചേരുകയാണോ എന്ന് ചോദിക്കുമ്പോൾ സഹോദരങ്ങളെ, ആ മനുഷ്യന് പ്രവാചകന്റെ പിതൃവ്യനായ അബൂ താലിബിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദത്ത് ചൊല്ലാൻ സാധിച്ചില്ല. അങ്ങനെ അവിശ്വാസിയായി കൊണ്ടതാ പ്രവാചകനേറെ ഇഷ്ടപ്പെട്ട അബൂ താലിബ് മരണപ്പെടുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാം. അല്ലാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകന്റെ മനസ്സിന് ഏറെ സങ്കടമുണ്ടാക്കിയ, പ്രവാചകന്റെ മനസ്സ് ഏറെ വേദനിച്ച ഒരു സന്ദർഭമായിരുന്നു പ്രിയപ്പെട്ടവരെ അബൂ താലിബിന്റെ അന്ത്യം. അല്ലാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സമാധാനപ്പെടുത്തുന്നു. 28-ാം അധ്യായ സൂറത്തുൽ ഖസസിന്റെ 56-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, ഓ നബിയേ, നീ ഇഷ്ടപ്പെട്ടവരെ നിനക്ക് നേർവഴിയിലാക്കാൻ കഴിയില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെടുന്നവരെ മാർഗദർശനത്തിലാക്കാൻ, ഹിദായത്തിലാക്കാൻ, നേർവഴിയിലാക്കാൻ മുഹമ്മദ് നബിയെ നിന്നെ കൊണ്ട് കഴിയില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാർഗദർശനം നൽകുന്നു. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ആർക്കൊക്കെയാണ് ഹിദായത്ത് ലഭിക്കേണ്ടത്, ആർക്കൊക്കെയാണ് മാർഗദർശനം നേർവഴിയിലാകേണ്ടത് എന്ന് നന്നായി അറിയുന്നവൻ ലോകത്തിൻ്റെ സിട്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയാ. അപ്പോ പ്രവാചകന്റെ ഉത്തരവാദിത്വത്തിൽ പെട്ട ഒരു സംഗതിയല്ല ഇന്നമാ അന്ത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. നീ നിർബന്ധം ചെലുത്തേണ്ടവനല്ല, നിന്റെ ബാധ്യത ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക എന്നത് മാത്രമാണ്. അതാണ് നമുക്കുമുള്ളത്. ആരെങ്കിലും ഹിദായത്തിലായില്ല എങ്കിൽ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഡ്യൂട്ടി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ഹിദായത്ത് നൽകുന്ന ആ ഹിദായത്തിൻ്റെ ഉടമസ്ഥൻ ലോകത്തിൻ്റെ സിട്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയാ. സഹോദരങ്ങളെ, സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ എളാപ്പ അബൂ താലിബ് അങ്ങയെ ഒരുപാട് സംരക്ഷിച്ച വ്യക്തിയാണല്ലോ, താങ്കൾക്ക് താങ്ങും തണലായി വർത്തിച്ച എളാപ്പയാണല്ലോ, താങ്കൾക്ക് അബൂ താലിബിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞ മറുപടി, എന്നെ സംരക്ഷിച്ചത് കാരണത്താൽ അബൂ താലിബ് നരകത്തിൻ്റെ ഏറ്റവും മേൽത്തട്ടിലായിരിക്കും. അബൂ താലിബ് നരകത്തിൻ്റെ ഏറ്റവും മേൽത്തട്ടിലായിരിക്കും. അതുപോലെ നരകത്തിൽ ഏറ്റവും ചെറിയ
ശിക്ഷ നൽകപ്പെടുന്നത് അബൂ താലിബിനായിരിക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നു, അബൂ താലിബിന് നരകത്തിൽ നൽകപ്പെടുന്ന ആ ചെറിയ ശിക്ഷ എന്തെന്നറിയുമോ? അതെ, തീ കൊണ്ടുള്ള 2 ചെരുപ്പുകൾ ധരിക്കപ്പെടും. അപ്പോൾ തലയുള്ളത് ആ തലച്ചോറ് തിളച്ചുമറിയും. തീ കൊണ്ടുള്ള 2 ചെരുപ്പുകൾ ധരിപ്പിക്കുന്നു. അപ്പോൾ തലയുള്ള തലച്ചോറ് പോലും തിളച്ചുമറിയുന്ന ആ ചെറിയ ശിക്ഷയാണ് അബൂ താലിബിന് ലഭിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കുക, നരകത്തിൽ അതിഭയാനകമായ ഭീകരമായ ശിക്ഷകൾ എന്തായിരിക്കുമെന്ന് ഒരു വേള നമ്മൾ ആലോചിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇനി ഹിദായത്തിൻ്റെ മാനദണ്ഡം സ്ഥാനമാനങ്ങളാണോ? ആരെങ്കിലും നേടിയെടുത്ത അവൻ്റെ പൊസിഷൻ, അവൻ്റെ സ്ഥാനമാനങ്ങളാണോ? ഒരിക്കലുമല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ലഭിക്കേണ്ട പലരും കഴിഞ്ഞുപോയി. നമുക്കറിയാം, അബുൽ അംബിയാ എന്നറിയപ്പെടുന്ന മഹാനായ പ്രവാചകൻ, ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ 25 പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഉലുൽ അസ്മി എന്നറിയപ്പെടുന്ന 5 പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അബുൽ അംബിയാ, അംബിയാക്കളുടെ പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ പ്രവാചകൻ, അള്ളാഹുവിൻ്റെ ഖലീൽ 2 പേരാണ്. അതിലൊന്ന് അള്ളാഹു പേരെടുത്തു പറഞ്ഞ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എൻ്റെ പൊന്നു പിതാവേ, അതേ വീട്ടിൽ നിന്നും പ്രബോധനം ആരംഭിച്ച് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുവാൻ സാധിക്കാത്ത, കാണാത്ത കേൾക്കാത്ത ഈ വിഗ്രഹങ്ങളെ എന്തിനാണ് ആരാധിക്കുന്നത്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൃത്യമായ മാർഗദർശനം എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. ആ മാർഗദർശനത്തെ നിങ്ങൾ പിൻപറ്റണമെന്ന് പറഞ്ഞപ്പോൾ, അതെ, ആ തൗഹീദ് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട് എൻ്റെ റബ്ബ് എനിക്ക് കൃത്യമായ വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞ് പിതാവിനോട് സലാം പറഞ്ഞ് റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു നോക്കാം, പൊറുക്കലിനെ ചോദിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന മകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയും സ്വന്തം പിതാവും പരലോകത്ത് കണ്ടുമുട്ടുന്ന രംഗം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഹദീസിൻ്റെ ഏടുകൾ നമുക്ക് വായിക്കാം. അതെ, നാളെ പരലോകത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും അതുപോലെ പിതാവായ ആസറും തമ്മിൽ പരസ്പരം അഭിമുഖം നിൽക്കുകയാണ്. അവർ പരസ്പരം കണ്ടുമുട്ടുകയാണ്. ആ സമയത്ത് പിതാവ് പറയുന്ന ഒരു രംഗം, പിതാവ് മോനോട് ചോദിക്കുന്നു, മോനെ ഇബ്രാഹിം, നിന്റെ പിതാവല്ലേ ഞാൻ? നീ എന്ത് പറഞ്ഞാലും അത് പരിപൂർണമായി ശിരസാ വഹിക്കാൻ, അത് ഉൾക്കൊള്ളാൻ ഈ പിതാവ് തയ്യാറാണ് മോനെ. ഈ സമയത്താണ് നിന്റെ സഹായം ആവശ്യമുള്ളത്. അതുകൊണ്ട് മോനെ ഇബ്രാഹിം, എന്നെ സഹായിക്കണമെന്ന് പരലോകത്ത് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് പറയുന്ന, പടച്ചവനെ, എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ പിതാവാണല്ലോ, എന്നെ അപമാനിക്കുകയില്ല എന്ന നിന്റെ വാഗ്ദത്ത സത്യമാണല്ലോ. എൻ്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് എൻ്റെ പിതാവ് നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ അപമാനം എനിക്കെന്താണുള്ളത് എന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് പറയുന്നു, ഉൻദുർ യാ ഇബ്രാഹിം ബൈന الرجلين തഖ്ത الرجلين. ഓ ഇബ്രാഹിം, നീ നിന്റെ കാലിനടിയിലേക്ക് നോക്കൂ, നിന്റെ കാലിനിടയിലേക്ക് നോക്കൂ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കാലിനടിയിലേക്ക് നോക്കുമ്പോൾ ചാണകത്തിൽ പുരണ്ട ഒരു കഴുതപ്പുലി നിൽക്കുന്നു. ചാണകത്തിൽ പുരണ്ട ഒരു കഴുതപ്പുലി നിൽക്കുന്നു. ആ കഴുതപ്പുലിയുടെ 2 കാലുകൾക്കും പിടിച്ച് ആ കഴുതപ്പുലിയതാ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന രംഗമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുന്നത്. ആരാണ് ആ കഴുതപ്പുലി? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പിതാവായ ആസർ ചാണകത്തിൽ പുരണ്ട കഴുതക്കോലമായി ആ കഴുതയെ നരകത്തിലേക്ക് ഇബ്രാഹിം നബിയുടെ മുമ്പിൽ വെച്ച് വലിച്ചെറിയപ്പെടുന്നു. സഹോദരങ്ങളെ, അമ്പിയാക്കളിൽ ശ്രേഷ്ഠനാണ്, അമ്പിയാക്കളുടെ പിതാവാണ്
അള്ളാഹുവിൻ്റെ ഖലീലാണ്, അവൻ്റെ ഉറ്റമിത്രമാണ് എന്നതുകൊണ്ടായില്ല. തൻ്റെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തിലുള്ള സ്വന്തത്തിന് ജന്മം നൽകിയ ആ പിതാവിനെ ഹിദായത്തിലാക്കാൻ, ആ പിതാവിന് സ്വർഗം വാങ്ങിച്ചു കൊടുക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയ്ക്ക് സാധ്യമല്ല എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും ഇരിക്കുന്ന സ്ഥാനം കണ്ടുകൊണ്ട് ഒരിക്കലും മറ്റൊരാൾക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന കൃത്യമായ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബിയുടെ മകൻ. വിശുദ്ധ ഖുർആൻ നൽകുന്ന പാഠങ്ങളാ. വിശുദ്ധ ഖുർആൻ സൂറത്ത് തഹ്രീമിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം ആരാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ ലൂത്ത് നബി അലൈഹി സ്വലാം. വദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനതാ തഖ്താബുദൈനി മിൻ ഇബാദിനാ സ്വാലിഹീൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ. നൂഹ് നബി അലൈഹി സ്വലാമിയുടെയും ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെയും ഭാര്യമാരെ അല്ലാഹു അവിശ്വാസിനികൾക്കും ഉപമയായി, ഉദാഹരണമായി എടുത്തു കാണിക്കുന്നു. ആ രണ്ട് പ്രവാചകന്മാർ നമ്മുടെ സ്വാലിഹീങ്ങളായ രണ്ട് അടിമകളായിരുന്നു. ഫഖാനതാഹുമാ, അവരുടെ ഭാര്യമാർ അവരെ വഞ്ചിച്ചു. വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ, ആ രണ്ട് പ്രവാചകന്മാരുടെയും ഭാര്യമാരോട് നരകത്തിൽ പ്രവേശിക്കുക എന്ന് പറയപ്പെടുമെന്ന് ഖുർആൻ. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം ആരാ? നന്ദിയുള്ള അടിമ അല്ലാഹു വിശേഷിപ്പിച്ച പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉലുൽ അസ്മിൽപ്പെട്ട, അതെ, അവ്വലുർ റസൂൽ, ഒന്നാമത്തെ റസൂല്, ഒന്നാമത്തെ പ്രവാചകനായ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ സ്വന്തം മകനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഖുർആനിൻ്റെ ചരിത്രം. നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ മകൻ്റെ ചരിത്രം നമുക്കറിയാം. അതെ, ആ തിരമാലകൾ, പർവ്വതങ്ങൾ പോലെയുള്ള ആ തിരമാലകളിലൂടെ ആ കപ്പൽ ഓടിപ്പോകുമ്പോ ആ പിതൃവികാരത്തോടുകൂടി മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം വിളിക്കുന്നുണ്ട്, യാ ബുനയ്യ ഇർകബ് മാനാ, എൻ്റെ കുഞ്ഞുമകനെ, നിനക്ക് രക്ഷ വേണമെങ്കിൽ ഈ കപ്പലിൽ കയറിക്കോ എന്ന് പറയുമ്പോൾ, ഇല്ല പിതാവേ, ഞാൻ കയറില്ല, ഏതെങ്കിലും മലയുടെ മുകളിൽ പോയി ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് പറയുന്ന ആ കുരുത്തം കെട്ട മകൻ, അതേ, നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അതാ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിക്കുന്ന ചിത്രം ഖുർആൻ, വിശുദ്ധ ഖുർആൻ 11-ാം അധ്യായം സൂറത്തുൽ ഹൂദിലെ 42 മുതലുള്ള വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ആ സമയത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാം അല്ലാഹുവിനെ വിളിക്കുന്നുണ്ട്, പടച്ചവനെ, എൻ്റെ മകനാണല്ലോ ഈ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നത്. നീ നീതിമാന്മാരിൽ നീതിമാനാണല്ലോ. അള്ളാഹുവിൻ്റെ മറുപടി, ഓ നോഹേ, നിനക്കാവശ്യമില്ലാത്ത, നിനക്കറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് നീ എന്നോട് സംസാരിക്കരുത്. ലൈസ മിൻ അഹ്ലിക, അവൻ നിന്നിൽപ്പെട്ടവനല്ല, നിന്റെ മകൻ നിന്നിൽപ്പെട്ടവനല്ല. നീ അറിവില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചും എന്നോട് ചോദിച്ചു പോകരുത് നൂഹേ. അള്ളാഹുവിൻ്റെ മറുപടി. അതെ സഹോദരങ്ങളെ, ആദർശബന്ധത്തിനാണ് കുടുംബ ബന്ധത്തെക്കാൾ പ്രാധാന്യമെന്ന പാഠമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ നൽകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ ഭാര്യ നരകത്തിൽ, ലൂത്ത് നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ. ഇങ്ങനെ ചരിത്രത്തിലൂടെ കടന്നുപോയാൽ ആരെങ്കിലും ഇരിക്കുന്ന അവൻ്റെ സ്ഥാനത്തിനനുസരിച്ച് ആരെയെങ്കിലും സ്വർഗത്തിലോ നരകത്തിലോ ആക്കാൻ ആർക്കും അല്ലാഹു അധികാരം നൽകിയിട്ടില്ല. മറിച്ച് ആ ഹിദായത്തിൻ്റെ ഉടമസ്ഥൻ, മാർഗദർശനം നൽകുന്നവൻ അല്ലാഹുവാണ് എന്ന് മനസ്സിലാക്കുക. ആ ഹിദായം, ആ ലഭിച്ച ഹിദായത്ത് മരണം വരെ നിലനിർത്തിക്കൊണ്ടുപോരാൻ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. അർഹമർ റഹീമായ റബ്ബ് നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്.
സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയത് ഹിദായത്തിൻ്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ആ ഹിദായത്ത് നമ്മുടെ മരണം വരെ നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് അല്ലെങ്കിൽ നിലനിർത്തി തരേണ്ടത് അല്ലാഹുവാണ്. അതുകൊണ്ട് എപ്പോഴും അല്ലാഹുവിനോട് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ലഭിച്ച ഈ തൗഹീദ്, നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ഈ അനുഗ്രഹമാകുന്ന ഹിദായത്ത് ലഭിക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം വരെ അത് കാത്തുകൊണ്ടുപോവുക എന്നത് നമ്മുടെ കടമ. അതിനുവേണ്ടി അല്ലാഹുവിനോട് അത് നിലനിർത്തിത്തരാൻ നമ്മൾ പ്രാർത്ഥിക്കണം. എത്രയോ ആളുകൾ നമുക്കറിയാം, നമ്മുടെ അനുഭവത്തിൽ നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, വായിക്കുന്നു, മനസ്സിലാക്കുന്നു. ഹിദായത്ത് ലഭിച്ച ആളുകൾ മുസ്ലിമായി ജനിച്ച് കാഫിറായി മരിക്കുന്ന പല രംഗങ്ങളും നമ്മൾ അറിയുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവർ, ഈ ആഴ്ചയിൽ പോലും സോഷ്യൽ മീഡിയയിലെ ചർച്ച വളർന്നു കാണും. ഒരു എക്സ് മുസ്ലിമിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അതിന് പേര് കേട്ടാൽ ഷിഹാബുദ്ദീൻ, എക്സ് മുസ്ലിമാണ്, ഈരാറ്റുപേട്ടക്കാരൻ. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച മരിച്ചു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ കർണാടകവുമായി ബന്ധപ്പെട്ടുമല്ലാതെയുള്ള ചർച്ചകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു മനുഷ്യൻ അവസാനം കാഫിറായി മരിച്ചതാണ് നമ്മൾ കണ്ടത്. അതുപോലെ എത്രയോ ആളുകൾ, തൗഹീദുള്ള ആളുകൾ തന്നെ മുഹ്ദിദായി ജനിച്ച് പ്രബോധകനായി വളർന്ന് അവസാനം പക്ക ഹദീസ് നിഷേധികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് ഹിദായത്ത് റബ്ബ് നമുക്ക് നൽകിയെങ്കിൽ ആ ഹിദായത്തും മരണം വരെ നിലനിർത്തി തരേണ്ടത് അല്ലാഹുവാണ്. അതിനുവേണ്ടി റബ്ബിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ യാ മുക്കല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുക്കല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിച്ച പ്രാർത്ഥന, പ്രവാചകന്റെ ദുആകളിൽ, പ്രവാചകന്റെ പ്രാർത്ഥനകളിൽ, പ്രവാചകൻ എല്ലാ സമയത്തും അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരുന്ന, അതേ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന ആ സ്വർഗാവകാശിയായ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യജീവിതത്തിൽ സ്ഥിരമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുക്കല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ആലോചിച്ചു നോക്കുക, നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് സുബഹിക്ക് ശേഷം ഈ ജുമയുടെ ഈ സമയം വരെ എത്തിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹുവിനോട് ഈ ഒരു ദുആ നടത്തിയവരാണോ നമ്മൾ ഓരോരുത്തരുമെന്ന് നമ്മളോട് ചോദിക്കാൻ ആലോചിച്ച് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇന്നത്തെ ദിവസം? അല്ലാഹുമ്മ യാ മുക്കല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു നമുക്ക് ലഭിച്ച ഹിദായത്ത് മരണം വരെ നിർത്തിക്കൊണ്ടുപോകാനുള്ള സൗഭാഗ്യം, അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ മഹാഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തെ ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് വിട പറയാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക്
മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ അല്ലാഹു ശഫിയാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വസീയത്ത് നൽകിയവരുണ്ട്. അവരുടെ എല്ലാ രോഗങ്ങളെയും അല്ലാഹു പരിപൂർണമായി ശഫിയാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أحينا كتابي والسنة وأمتنا مع الإيمان والتوبة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. الله أكبر الله أكبر.